സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ വരെ തൻ്റെ ആങ്ങളെയാണ്, സഹോദരനാണ്, ഭയങ്കര സ്നേഹമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നടന്ന ആദില നൂറയിലെ ആദിലേക്ക് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെ 4 പൊട്ടിക്കണം എന്നാണ് പറയുന്നത്. അതായത് റിയാസ് സലീം വന്നു കഴിഞ്ഞപ്പോഴാണ് ആദില നൂറമാർക്ക് കുറച്ച് ശക്തിയൊക്കെ വന്നത്, അതുപോലെ നിവിൻ എന്ന് പറയുന്നവനും കുറച്ച് ശക്തിയൊക്കെ വന്നത്. അതായത് തങ്ങളുടെ രക്ഷകനായിട്ടാണ് ഇവൻ വന്നിരിക്കുന്നത്, തങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനുമാണ് ഇവൻ വന്നിരിക്കുന്നത്, തങ്ങളെ അങ്ങനെ അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോകാനാണ് ഇവൻ വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ആദില നൂറമാർ നെവിനൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ പുറത്തുള്ള കാര്യങ്ങൾ നമുക്കല്ലേ അറിയുള്ളൂ. ഇവൻ വന്നതുകൊണ്ട് മാത്രം ഉള്ള സപ്പോർട്ട് കൂടി ഇവറ്റകളുടെ ഇത് പോയിരിക്കുകയാണെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ആദില നൂറമാർക്ക് ഇതിൽ നല്ല അടി തന്നെയാണ്. ഇപ്പോഴേ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഷാനവാസിനെ അത്ര ഇഷ്ടമൊന്നുമല്ല. ഷാനവാസിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഷാനവാസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. 2 ദിവസം മുമ്പ് ഷാനവാസുമായിട്ട് കൂടിച്ചേർന്നിട്ട് എന്തൊക്കെയാ പറയുന്നത്. ഷാനവാസ് ആണെങ്കിൽ ഈ പിള്ളേരെ ഭയങ്കര സ്നേഹത്തോടു കൂടിയിട്ടാണ് ഇതുവരെ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഷാനവാസ് ഒരു തരത്തിൽ പോലും എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും പറയാത്ത 2 പേർക്ക് ഇപ്പൊ അവർക്ക് ഷാനവാസ് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോഴേ ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടാണ് തോന്നുന്നത്. അതെന്തുകൊണ്ടാണ് ഇവരുടെയൊക്കെ പ്രിയപ്പെട്ടവനായ റിയാസിനെ കോർത്തിട്ട് ഭിത്തിയിൽ അങ്ങ് തേച്ചൊട്ടിച്ചവനാണ് ഷാനവാസ്. ഷാനവാസിന്റെ പ്രകടനം ഇത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ കരുതിയിട്ടില്ല കേട്ടോ. സത്യം പറയാലോ, ഷാനവാസ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗെയിം മുഴുവൻ തൂക്കി അടിക്കുകയാണ് ചെയ്തത്. അതില് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് അനീഷുമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ബിഗ് ബോസ് വരെ തീരുമാനിച്ചതുപോലെയാണോ എന്ന് എനിക്കറിയില്ല. ഇവരെ കൂട്ടുകൂടിക്കാൻ വേണ്ടിയിട്ട് പല അടവുകളും നോക്കി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നെവിനെ പറഞ്ഞതിന്റെ പ്രതികാരമായിട്ട് അനീഷിനെ കൊണ്ട് ഐ ലവ് യു പറയിക്കാൻ നോക്കി. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നോക്കിയെങ്കിലും അവിടെയൊക്കെ റിയാസ് സലീം എന്ന് പറയുന്ന അവൻ അവിടെയൊക്കെ പത്തി താഴ്ത്തി ഇരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേഞ്ഞൊട്ടിയതാണ്. കാരണം അനീഷിന്റെ ഭാഗത്താണ് മക്കളെ. അനീഷ് അങ്ങനെയൊന്നും പറയുന്നവനല്ല. അപ്പൊ ഷാനവാസിനോട് എന്തുകൊണ്ടാണ് ഈ റിയാസിന് ഇത്ര വിരോധം? അതായത് നെവിനെ പറഞ്ഞത് കൊണ്ട്. നെവിനെ പറയുമ്പോൾ നീ എന്തിനാണ് പോയിട്ട് ഷാനവാസിനെ കെട്ടിപ്പിടിച്ചത്? അതുകൊണ്ട് നിന്നോടും വിരോധമാണ്. അനീഷിനോട് അതാണ് വിരോധം, ഷാനവാസിനോട് അതാണ് വിരോധം. ഇപ്പോഴാണെങ്കിൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഷാനവാസിനിട്ട് 4 പൊട്ടിക്കണം പോലും. അത് കൊള്ളാലോ മക്കളെ. ഐഡിയ ഒക്കെ കൊള്ളാം, ആഗ്രഹങ്ങളും കൊള്ളാം, മനസ്സിലായ? പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. അതായത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഷാനവാസിനെ തൊട്ടോക്കി. അതേ എനിക്ക് പറയാനുള്ളൂ. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഷാനവാസിനെ തൊട്ടോക്കി. വലിയ വായിൽ വർത്താനം പറഞ്ഞാൽ ഇതേ ലക്ഷ്മി എന്തോരോ കാര്യം പറഞ്ഞു എന്ന് കരുതുമ്പോഴേക്ക് ഈ എന്താ പറയണ്ട ആദില നൂറമാരുടെ അഹങ്കാരം. ലാലേട്ടൻ നമ്മളോട് അങ്ങനെ പറഞ്ഞു, ലാലേട്ടൻ നമ്മളോട് എന്ത് പറഞ്ഞു എന്നാ. അതായത് നിങ്ങളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും ഒരു വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അവിടെ വരുത്തിയിട്ട് ഇതൊക്കെ ഉണ്ട് എന്ന് വരുത്തിച്ചിട്ട് ഒരു പ്രത്യേകമായിട്ട് എന്ന് പറയുന്ന ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആദില നൂറമാർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റ ഒരു തിരിച്ചടി തന്നെയാണ് ഈ എന്താ പറയുക റിയാസ് സലീം എന്ന് പറയുന്നവന്റെ വരവ്. ആ വരവോട് കൂടിയിട്ട് ഉള്ള സപ്പോർട്ടുകൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങളുടെ ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഈ റിയാസ് സലീമിന്റെ മുഖം കാണുമ്പോൾ തന്നെ TV ഓഫ് ചെയ്ത് പോകുന്നവരാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴവൻ ഉള്ളത് കൊണ്ട് മാത്രം ഒരാൾ പോലും ലൈവ് കാണുന്നില്ല. ഇനി അവൻ പോയിട്ട് മാത്രമേ TV തുറക്കുള്ളൂ എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ജനങ്ങൾക്ക് കണ്ടുകൂടാത്ത അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താ വെച്ചാൽ ഇത്രയും വെറുപ്പുള്ള ഒരുത്തനെയും കൊണ്ടുവന്നിട്ട് അവനാണെങ്കിൽ പ്രേക്ഷകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുവിനെ പോലെയാണ്. ഒരാളോട് പോലും അവന് കമ്മിറ്റ്മെന്റ് ഇല്ല. അതുപോലെ ഈ ഷോയോട് പോലും അവന് വലിയ കമ്മിറ്റ്മെന്റ് ഇല്ല. എന്നിട്ടും അവനെ കൊണ്ടുവന്നത് എന്തിനാണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവനെ കൊണ്ടുവരേണ്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ഇനി അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അതിന്റെ അയൽവക്കത്ത് കൂടി ഇനി അതുവഴി ബസ്സിന് പോലും ഇവൻ പോകത്തില്ല. അതായത് റിയാസിന് ബിഗ് ബോസ് ഷോ നടക്കുന്ന ഗ്രൗണ്ടിന്റെ ആ ഒരു വീടിന്റെ അടുത്തൂടെ പോലും പോകത്തില്ല. അമ്മാതിരി ഭയന്ന്, അതായത് നല്ല രീതിയിൽ ഭയന്നിരിക്കുന്നത്. ഷാനവാസിന്റെ ആ പ്രകടനം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഷാനവാസ് ഇവനെ എടുത്തിട്ട് ചാമ്പും തന്നെയാണ് ഞാൻ കരുതിയത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ഷാനവാസ് ഇവനെ എടുത്തിട്ട് ചാമ്പും, ഇവൻ അങ്ങനെ ജീവനും കൊണ്ട് ഓടേണ്ടി വരും എന്ന് ഞാൻ കരുതിയത്. കാരണം അയാളെ പിടിച്ചു നിന്നത് അത് അനീഷിന്റെ ആ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ട് മാത്രമാണ്. ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഷാനവാസ് ഇല്ല അവന്റെ
ഇടപാട് കട്ടിയും പടവും മടക്കി വിടും. അമ്മാതിരി തേപ്പല്ലേ ദീപിച്ചു വിടുന്നു. എന്തിന് അവൻ ഇതുവരെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഇങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ല. അപ്പോ ഈ ഷാനവാസിനെതിരെ ഇപ്പൊ അവിടെയുള്ള സകല മത്സരാർത്ഥികളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഷാനവാസ് എന്തോ ഒരു അപരാധമാണ് പറഞ്ഞത് എന്നുള്ള തരത്തില് അബി പോലും പോയിട്ട് വെറുതെ തലവെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഷാനവാസ് പറഞ്ഞ കാര്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഷാനവാസ് അങ്ങനെയൊക്കെ പറയുന്നത് പല സ്ഥലത്തും നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് കൃത്യമായിട്ട് ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി ബിഗ് ബോസ് അങ്ങനെ കൊടുത്തിട്ടില്ല. ഷാനവാസ് നിവിൻ തിരിച്ചു വന്നപ്പോഴും ഷാനവാസ് എന്തോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതുപോലും നമുക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവമെന്ന്. കാരണം ഇങ്ങനെയൊക്കെ കാണിക്കാൻ നമുക്കറിയില്ലല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നും അത് മാത്രവുമല്ല അത് പുറത്തു വരണ്ട, അത് വാണിംഗ് കൊടുത്താൽ മതി എന്നുള്ളത് ഷാനവാസ് തന്നെ തീരുമാനിച്ചതാണ്. അതാണെങ്കിൽ ബിഗ് ബോസും പുറത്തു വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഏതായാലും വീണ്ടും ഇങ്ങനെ ഷാനവാസിനെ ചൊറിഞ്ഞ് പുണ്ണാക്കി അത് ഏതായാലും വാങ്ങിച്ചു കൂട്ടിയത് നിവിൻ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നെവിൻ എന്ന് പറയുന്നവൻ അങ്ങനെയാണ്. അതായത് അവൻ ഇതൊന്നും ബാധകമല്ല, അല്ലെങ്കിൽ അവനെ ആരും ഒന്നും ചെയ്യത്തില്ല, അവൻ പുറത്തു പോയി കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരും, അതിനുള്ള റെക്കമെൻഡ് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള തരത്തിൽ അഹങ്കാരത്തോടെ പെരുമാറുന്ന നെവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാനവാസ് തേച്ച് ഒട്ടിച്ചത് നന്നായി എന്ന് ഞാൻ പറയുള്ളൂ. അതായത് അത്രത്തോളം അഹങ്കാരിയും പറഞ്ഞാൽ കേൾക്കാത്തവനും പിന്നെന്ന് പറഞ്ഞാൽ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചില ആൾക്കാരോടൊക്കെ പെരുമാറുന്ന രീതികൾ, അവൻ്റെ കോപ്രായങ്ങൾ, കോമാളിത്തരങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് പ്രേക്ഷകർക്ക് തന്നെ എന്ന് പറഞ്ഞാൽ നിവിൻ പറയുന്നവരോട് വെറുപ്പ് വന്നു പോയിന്. ആ സമയത്ത് തന്നെയാണ് ഷാനവാസ് ഇത് ഇറക്കി വിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഷാനവാസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഷാനവാസ് തൂക്കി ഗെയിം എന്നേ ഞാൻ പറയുള്ളൂ. ഷാനവാസ് തന്നെയാണ് ഇപ്പോഴും ഈ ഗെയിം കൊണ്ടുപോകുന്നത്. എല്ലാവരും അക്ബറൊക്കെ അവിടെ ഉണ്ടോടെ, അക്ബറൊക്കെ എവിടെയാ പോയി ഒളിച്ചതെന്ന് നമുക്കറിയില്ല. എൻ്റെ അക്ബറെ എത്രത്തോളം പ്രതീക്ഷയായിരുന്നു നിന്നിലൊക്കെ. പക്ഷെ നീയൊക്കെ പാവാട ഗ്രൂപ്പിൽ പെട്ടുപോയല്ലോ അക്ബറെ. അതാണ് നമുക്ക് സങ്കടാർന്ന്. പാവാട ഗ്രൂപ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ജിസേലിന്റെ തള്ളും കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. അതല്ലാതെ വേറെ ഒരു ഇതും അക്ബറിനൊന്നും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഷാനവാസിനെ അടിക്കണമെങ്കിൽ ആദില നൂറമാറെ അടിച്ചുകൊള്ളൂ. നമുക്ക് അപ്പോഴേ കാണാം. നിങ്ങൾക്കൊക്കെ പല ആഗ്രഹങ്ങളും ഉണ്ടാകും. അതായത് ഷാനവാസിനെ തല്ലണമെന്നും ഷാനവാസിനെ പുറത്താക്കണമെന്നും അതുപോലെ തന്നെ അനീഷിനെ പുറത്താക്കണമെന്നും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും. ആഗ്രഹങ്ങളൊക്കെ നല്ലതാ മക്കളെ. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർപ്പിൽ വരണ്ടേ, ജനങ്ങൾ സമ്മതിക്കണ്ടേ. ജനങ്ങളല്ലേ വലുത്, അല്ലാതെ ജനങ്ങൾക്ക് മേലെ ഒന്നും ഇല്ലല്ലോ. ജനങ്ങൾ ആരുടെ മനസ്സിലാണെന്ന്, ജനങ്ങൾക്ക് ആരുടെ മനസ്സിലാണ് സ്ഥാനം, അല്ലെങ്കിൽ ഷാനവാസിന്റെ മനസ്സും ജനങ്ങളുടെ മനസ്സും ഒന്ന് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആദിലൊക്കെ തല്ലണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ അവിടെ ഏതെങ്കിലും വല്ല തടിക്കഷ്ണമോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കസേരയോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി തല്ലി നോക്ക്. അതാ നല്ലത്. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.